ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടർ ജയരാജനെ പോലും മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയിരിക്കുകയാണ്. ആരിഫ് ഹുസൈൻ, താങ്കൾക്ക് എന്തോ സംശയമുണ്ടല്ലോ, ചോദിക്കാം ജയരാജനോട്. അതെ അതെ, അല്ല ഇദ്ദേഹം ഇവിടെ ജിഹാദിനെ കുറിച്ച് എനിക്കുള്ള സമയമാണോ അങ്ങനെയാണ് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. അതോ സംശയം? ഓക്കെ. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ കണ്ടത് ഒരു വിഷയം നമ്മുടെ മുന്നിലുണ്ട്. ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യണോ ചെയ്യാതിരിക്കോ ഇത് നമ്മളുടെ ഒരു ഓപ്ഷനാണ്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് അത് രണ്ടുമല്ല, ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നത് ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇതിൽ മൂന്നാമതൊരു ഓപ്ഷൻ, ഇങ്ങനെ ഒരു വിഷയമേ ഇല്ല എന്ന് പറയുന്ന ഒരാളുകളായിട്ട് ഇവിടെ ഒരു കൂട്ടം ആളുകൾ വരികയാണ്. സത്യത്തിൽ അതാണ് ഏറ്റവും അപകടം. അങ്ങനെ വരുമ്പോഴാണ് ഇത് ഉണ്ട് എന്ന് പറയുന്ന ആളുകളെ വേട്ടയാടാനുള്ളൊരു വഴി അവിടെ ഉണ്ടാവുകയും അത് വലതുപക്ഷം, തീവ്ര വലതുപക്ഷം എന്നൊക്കെ പറഞ്ഞ് അതിനെ അങ്ങ് മാറ്റിക്കൊണ്ട് അത് പറയുന്ന ആളുകളെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കുന്ന ഒരു അവസ്ഥ. ഇതിപ്പോൾ ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രമല്ല, ലോകത്ത് മുഴുവൻ നടക്കുന്ന കാര്യമാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഗ്രൂമിങ് ഗ്യാങ് എന്ന് പറയുന്ന ഒരു വിഷയം, അത് UK കാലങ്ങളായിട്ട് 90s മുതൽ 95 ഒക്കെ മുതൽ തുടങ്ങിയ ഒരു വിഷയമാണ്. പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഡ്രഗ് കൊടുത്തും അല്ലാതെയും അവരെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുക. ചെറിയ പെൺകുട്ടികൾ, 10 വയസ്സും 13 വയസ്സുള്ള കുട്ടികൾ, അത് കാഫിറുകളായിട്ടുള്ള പെൺകുട്ടികളെ അങ്ങനെ ഉപയോഗിക്കാം എന്ന ഒരു ധാരണ അത് വെച്ചു പുലർത്തുന്ന പാകിസ്ഥാനി ഒറിജിൻ ആയിട്ടുള്ള ആളുകളായിരുന്നു അതിന്റെ പിന്നിൽ എന്ന് കണ്ടെത്തുകയും അത് പറയുമ്പോൾ അത് പറയാൻ പാടില്ല, അത് പറഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്ക് വേദനിക്കും എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നിട്ട് ഏതാണ്ട് 2000-ഓളം പെൺകുട്ടികളെ കൊലയ്ക്ക് കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടായപ്പോൾ ഇപ്പോൾ അത് പറഞ്ഞ ആള് ഇന്ന് ജയിലിലാണ്, ടോമി റോബിൻസൺ. അപ്പോൾ UK PC ജോർജ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്കിപ്പോൾ ഈ വ്യക്തികൾ പറയുന്നത് 100% നമുക്ക് യോജിപ്പോ വിയോജിപ്പോ ഒന്നും അല്ല ഇവിടുത്തെ വിഷയം. പറഞ്ഞതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ വ്യക്തിയെ അവിടെ ക്രൂശിക്കുന്നു. ഇതാണ് നമ്മളവിടെ കാണുന്നത്. നമ്മുടെ നാട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു ഈ ലവ് ജിഹാദ് എന്നുള്ള വാക്കൊരു തെറ്റിദ്ധരിപ്പിക്കൽ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെയും തുടക്കത്തിൽ അതിന് ഡിഫൈൻ ചെയ്ത് വന്ന സമയത്തൊരു തെറ്റിദ്ധാരണ ഉണ്ടായി എന്നാണ് ഞാൻ പറയാം. അതായത് പ്രണയം നടിച്ചുകൊണ്ട് അവരെ മതം മാറ്റത്തിന് വിധേയരാക്കാൻ വേണ്ടിയിട്ട് പ്രണയം നടിക്കുക. പ്രണയം എന്ന് പറയുന്ന സംഗതി ഇസ്ലാമിൽ ഹറാമാണ്. ലവ് എന്ന് പറയുന്ന സാധനം ഇസ്ലാമിൽ ഹറാമാണ്. നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയെ കണ്ട് പ്രണയിച്ച് വിവാഹം ചെയ്യുക എന്ന് പറയുന്ന ഒരു സംവിധാനം ഇസ്ലാമിലില്ല. പക്ഷേ മതത്തിലേക്ക് ആളെ കൂട്ടുക എന്ന ജിഹാദ്, ഇവിടെ ജിഹാദിന് വലിയ കൊണാൻഡ്രം ഡെഫിനേഷനൊക്കെയാണ് വെച്ചത്. അതിലേക്ക് ഞാൻ വരാം, എനിക്ക് ഒന്ന് പഠിപ്പിച്ചു തരേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ആ സാധനത്തെ ഉപയോഗിച്ചുകൊണ്ട് മതത്തിന്റെ വലിപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാ മതങ്ങളും ചെയ്യാറുണ്ട്. ക്രിസ്ത്യാനിറ്റി മതം പരിവർത്തനം നടത്താറുണ്ട്, അതിന് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്, പൈസ കൊടുക്കാറുണ്ട് ഒക്കെ നമ്മളിവിടെ പറയുമ്പോഴും ഇന്നും ഇസ്ലാമിൽ ഇങ്ങനെ ഒരു വഴിയും കൂടി അവര് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം അത് വളരെ വ്യക്തമാക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ പറയുന്നത് അങ്ങനെ ഒരു സാധനമായിരിക്കെ ഈ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് മനുഷ്യനും തമ്മിലുള്ള വളരെ പരിഭാവനം എന്ന് നമ്മൾ കാണുന്ന വളരെ സീക്രട്ട് ആയിട്ട് വളരെയധികം കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യുന്ന ഒരു ബന്ധം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്നേഹബന്ധം എന്നൊക്കെ പറയുന്ന വിഷയത്തെ അത് മതപരിവർത്തനം വേണ്ടിയിട്ടുള്ള ഒരു വഴിയാക്കി മാറ്റുന്നു. അവിടെയാണ് ഞാൻ ഈ വാക്കിനോട് വിയോജിക്കുന്നത്. കാരണം ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ അത് ഈ പ്രണയിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു ചൊവ്വയോ അതല്ലെങ്കിൽ അതിനുശേഷം വേറെ എന്തോ നടക്കുന്നു എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ ഞാൻ അവിടെ പറയുന്നത് കൺവേർഷൻ ജിഹാദ് അല്ലെങ്കിൽ മാരേജ് ജിഹാദ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ഒരു ഇരയാണ് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇരയുടെ പിന്നാലെ പോട്ടെ. ഇവിടെ ഇര എവിടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇവിടെ കമല സുരയ്യ എന്തിൻ്റെ ഇരയായിരുന്നു നിങ്ങൾ പറയാ? ആരായിരുന്നു അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നതെന്ന് നിങ്ങൾ പറയാ? അവരതിൻ്റെ ഇരയല്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അവർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, എന്നെ ചതിച്ചതാണ്, സമദാനിയും കൂട്ടരും കൂടിയിട്ട് ചതിച്ചതാണ് എന്നൊക്കെ പറയുന്നത് അവർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കെ നിങ്ങൾക്ക് അതെങ്ങനെ നിഷേധിക്കാൻ കഴിയുന്നത്? അതിൻ്റെ ഇരയാണ് അവർ. ലവ് ജിഹാദ് എന്നോ ഇനി കൺവേർഷൻ ജിഹാദ് എന്ത് തന്നെ വിളിച്ചാലും അതിൻ്റെ ഇരയാണ് ഈ കമല സുരയ്യ എന്ന് പറയുന്ന ആ വ്യക്തി. അതിനെ മറികടന്നുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് പറയാൻ സാധിക്കുന്നത്? ഒന്നത്. ഇനി ഈ ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ ഇവിടെയും സൂചിപ്പിച്ച കൂട്ടത്തിൽ പറഞ്ഞു, അനിൽ നമ്പ്യാരും പറഞ്ഞു പോയൊരു കാര്യമാണ്, നേരെ അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്നു. അത് ഇതിൻ്റെ മറ്റൊരു വശമാണ്. അതിന് നിങ്ങൾ കല്യാണം കഴിക്കണമെന്നില്ല. ഇപ്പോൾ ഹാദിയ അവരുടെ വിഷയത്തിൽ ഞാൻ അഖിലയുടെ വീട്ടിൽ നേരിട്ട് പോവുകയും അന്വേഷിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്. അവിടെ ഈ ലവും ഇല്ല, കൺവേർഷനും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. അവിടെ നമുക്കത് പക്ഷേ ലവ് ജിഹാദ് എന്നുള്ള രീതിയിലാണ് നമ്മളുടെ മുന്നിലേക്ക് അത് അവതരിപ്പിക്കപ്പെട്ടത്. അവിടെയാണ് അതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. അതിനെ സത്യത്തിൽ നമ്മൾ പറയേണ്ടിയിരുന്നത് അത് ജിഹാദിന് പോകുന്നു എന്നാണ് നമ്മൾ പറയേണ്ടിയിരുന്നത്. അവിടെ ലവ് ആയിട്ട് ഒരു ബന്ധവുമില്ല. കാരണം എന്താണ്, അഖിലയെ സംബന്ധിച്ചിടത്തോളം അവൾ വിശ്വസിച്ചുകൊണ്ട് നടന്നിരുന്ന മതത്തേക്കാൾ വലിയൊരു മതമായിട്ട് ആളുടെ മുന്നിൽ ഇസ്ലാമിനെ അവതരിപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ ആ മതത്തിലേക്ക് ആകൃഷ്ടയാകുകയും അതിൻ്റെ പേരിൽ മതം മാറുകയും എന്നിട്ട് പിന്നെ ആ മതത്തിൻ്റെ അത്യുന്നതമായ ലക്ഷ്യം എന്ന് പറയുന്നത് ജിഹാദാണ്, സോ കോൾഡ് ജിഹാദ്. ആ ജിഹാദ് എന്താണ്? ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്രയത്നിക്കുക എന്ന് പറയാം, അത് കൊല്ലുക എന്ന് തന്നെയാണ്. അപ്പോൾ
ഇവിടെ എക്സ് മുസ്ലിങ്ങളൂടെ ഇരിക്കുന്ന ഈ ഒരു വേദിയിലൊക്കെ വന്നിരുന്നിട്ട് ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മസംസ്കരണമാണ് എന്നൊക്കെ പറയാൻ ഉളുപ്പുണ്ടോ ജയരാജ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളൂ. അത് അറബി കുറച്ച് 10-12 വർഷം പഠിച്ചും അത് മനസ്സിലാക്കിയും ജിഹാദ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇസ്ലാമിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഈ ലേബൽ ഒട്ടിച്ച് നടക്കുന്നത് എക്സ് മുസ്ലിം. അത് നിങ്ങൾക്കത് ഓർക്കാൻ വേണ്ടി തന്നെയാണ്, നിങ്ങൾ ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ എക്സ് മുസ്ലിം എന്ന പേരിട്ട് വെച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഖുർആനിൽ 9:73 നിങ്ങളെടുത്ത് വായിക്കാം. അതിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു സെന്റൻസ് തന്നെയുണ്ട്. എന്താണ് അതിന്റെ ആദ്യത്തെ ഭാഗം? യാ അയ്യുഹൻ നബിയു ജാഹിദുൽ കുഫാറ വൽ മുനാഫിഖീൻ എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങളൊന്ന് പറഞ്ഞു തന്നാട്ടെ. അതിൽ ആ ജാഹിദുൽ കുഫാറ എന്ന് പറയുമ്പോൾ കാഫിറുകളോട് എന്ത് ചെയ്യണം? അവരെ ഉമ്മ വെക്കണം എന്നാണോ എഴുതി വെച്ചിരിക്കുന്നത്? ഒന്ന് എനിക്ക് പഠിപ്പിച്ചു തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾ കുറെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ നടത്തിയത് എന്താണ്? മൊത്തം കസറത്താണ് നടത്തിയത്. എന്താണ് ആ കസറത്ത്? ഒന്ന്, ഇവിടെ ഒരു എറ്റിമോളജിക്കൽ ഫാലസി നിങ്ങൾ കൊണ്ടുവന്നു. എന്താണ് ആ ഫാലസി? ന്യായവൈകല്യം എന്താണ്? ഈ ജിഹാദ് എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങളുണ്ട്, അത് ഓരോ കോണ്ടെക്സ്റ്റിലും ഓരോ അർത്ഥമുണ്ട്. ഇവിടെ ഈ പറയുന്ന കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ കാഫിറുകൾക്കെതിരെയും ഇതുപോലെ മതനിഷേധികൾക്ക് വിശ്വാസികൾക്കെതിരെ നിങ്ങൾ ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെ കൊന്നുകളയാന്നാണ് അതിൻ്റെ അർത്ഥം. അതേപോലെ ദീൻ മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വരുന്നവരെ, ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വരുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതേതാണ് യുദ്ധം? അതാണ് ജിഹാദ്. 9:123 നിങ്ങളെടുത്ത് വായിക്കേ. അപ്പം ഇതേപോലെ ഖുറാനിലും ഹദീസിലും എല്ലാം എഴുതി വെച്ച് ബുക്ക് ഓഫ് ജിഹാദ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം തന്നെ ഉണ്ട്. പുസ്തകം എന്ന് പറഞ്ഞ ഒരു ഭാഗം തന്നെ ഉണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ. എന്താണ് അവിടെ പഠിപ്പിക്കുന്നത്? എങ്ങനെ ജിഹാദ് ചെയ്യാം, ജിഹാദിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, ജിഹാദിൽ നിന്ന് വിട്ടു നിന്നാൽ എന്താണ് അതിന്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടല്ലേ നമ്മളെ മൗദൂദി സാഹിബ് നമുക്ക് കിതാബ് എഴുതി തന്നത്? അത് വെച്ചിട്ടല്ലേ ഇവിടെ ജമാഅത്ത് ഇസ്ലാമി റൺ ചെയ്യുന്നത്? ഇവിടെ ഹമാസിന്റെ ചാർട്ടറിൽ അവർ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫ്രീ പാലസ്തൈൻ. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ ജൂതന്മാരെ, ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യണം, ഉന്മൂലനം ചെയ്യണം, അനൈലൈറ്റ് ചെയ്യണം. അതിനെ അനൈലൈറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്? അത് ഇസ്ലാം അനൈലൈറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് അവരെടുത്തിരിക്കുന്ന വഴി എന്താണ്? അത് ജിഹാദാണ്. അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കെ കണ്ണടച്ചിരുട്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ന്യായവൈകല്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ നടത്തുന്ന ഈ തരത്തിലുള്ള ഈ ശ്രമങ്ങൾ, ഇത് നടത്തുന്ന ആളുകളെ നമ്മൾ കൊണാണ്ട്രം എന്ന് തന്നെയാണ് വിളിക്കുക. നിങ്ങൾ വേറെ എന്ത് പേരിട്ട് നിങ്ങൾ വേണേൽ വിളിച്ചോ, നമുക്ക് അങ്ങനെ വിമൽ കുമാർ എന്ന് വിളിക്കാൻ കഴിയില്ല. ഒന്നത്. ഇനി ഇവിടെ ഈ പറയുന്ന രണ്ടാമത്തെ ഒരു പണി നിങ്ങൾ ഒപ്പിച്ചത്, ഇത് എവിടെയുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് കണക്ക് എവിടെയെന്ന് ചോദിക്കുന്നു. ഇത് നിങ്ങൾ കണ്ണു തുറന്ന് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കമല സുരയ്യയുടെ വിഷയം നിങ്ങൾക്ക് എന്താ അതിനകത്ത് അത് ലവ് ജിഹാദ് അല്ല അല്ലെങ്കിൽ കൺവേർഷൻ ജിഹാദ് അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കാത്തതുകൊണ്ട് പറഞ്ഞേ ഇദ്ദേഹത്തിന്റെ MLA തന്നെ, പഴയ MLA ജോർജ് തോമസ്, അദ്ദേഹം തുറന്നു പറഞ്ഞാണ് അതിനെതിരെ പാർട്ടി നടപടിയെടുത്തു. അതെ. ഇനി അതുകൂടാതെ ഇപ്പം ഞാൻ എൻ്റെ ചാനലിൽ ഒരു പരിപാടി നടത്താറുണ്ട്. അതിനകത്തേക്ക് എത്ര സ്ത്രീകൾ വിളിക്കുന്നു, ഇതിൻ്റെ ഇരകളായിട്ടുള്ള ആളുകൾ വിളിക്കുന്നു. അതിൽ ചില ആളുകൾക്ക് ഇത് അറിയില്ല. നമ്മൾ ഈ പത്രങ്ങളിലൂടെ കാണുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് അവർ ഫേസ് ചെയ്ത്. ഡോക്ടർ ജയരാജ് ഫ്രീ ആണെങ്കിൽ നാളെ ആർഷവിദ്യാ സമാജത്തിലോട്ട് പോകാം നമുക്ക്. ഒരു സെക്കൻഡ്. അപ്പം അങ്ങനെയുള്ള ആളുകൾ നമ്മൾ വിളിച്ചിട്ട് നമ്മളോട് പറയുന്നതിൽ ഒരു വലിയ ശതമാനം ആളുകളും ഈ ലവ് ജിഹാദിലൂടെ പോയിട്ടുള്ള ആളുകളുണ്ട്. ഈ കേരള സ്റ്റോറി മൂവി വന്ന സമയത്ത് അതിൻ്റെ മേക്കിങ്ങും അതിനകത്ത് മലയാളം സംസാരിച്ചതിൻ്റെ ശൈലിയും ഇതൊന്നും അല്ല എൻ്റെ വിഷയം. അതിനകത്ത് കൃത്യമായിട്ട് ഈ ജിഹാദ് എന്ന് പറയുന്ന വിഷയത്തെ അവിടെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഈ പ്രണയത്തെ ഉപയോഗിക്കുന്നത് അതിനകത്ത് ചിത്രീകരിച്ചിട്ടുണ്ട്. അത് ഇവിടെ നടക്കുന്ന കാര്യമാണ്. അത് നമ്മളെ കേരളത്തിൽ നിന്ന് മാത്രമല്ല ലോകത്ത് പലയിടങ്ങളിലും നടക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ആ സിനിമ കാണുമ്പോൾ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വേറെ മികച്ച സിനിമകൾ വേറെ ഉണ്ട്. കാലിഫേറ്റ് എന്ന് പറയുന്ന ഒരു സീരീസ് തന്നെ ഉണ്ട്, പോയിരുന്ന് കാണുക. അത് പിന്നെ സംഖ്യ എടുത്തതാണെന്നുള്ള ടെൻഷനൊന്നും നിങ്ങൾക്ക് ഇല്ലാതെ തന്നെ ഇരുന്ന് കാണാൻ പറ്റും. നിങ്ങൾ പോയിരുന്ന് കാണുക. എങ്ങനെയാണ് എഡ്യൂക്കേഷണൽ സെറ്റിങ്സിൽ ഇതുപോലുള്ള ക്ലോസ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ഈ മതം തിരികൊണ്ട് ആളുകളെ മതത്തിലേക്ക് എങ്ങനെയാണ് അടുപ്പിക്കുന്നത്, അവരെ പ്രണയം നടിച്ച് എങ്ങനെയാണ് അതിലേക്ക് കൊണ്ടുപോകുന്നത്, എന്നിട്ട് കല്യാണം കഴിക്കുന്നത് എങ്ങനെ, അതൊരു വശം. ഇനി അതിനൊക്കെ ശേഷം ഹാദിയക്കൊക്കെ സംഭവിച്ചതുപോലെ മതത്തിലേക്ക് ആകൃഷ്ടത സൃഷ്ടിച്ചതിന് ശേഷം അതിനുശേഷം അവരെ അങ്ങോട്ടേക്ക് എത്തിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ സ്ത്രീ യാത്ര ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ആരെങ്കിലും ഒന്ന് പിടിച്ച് കെട്ടിക്കണം എന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ അവളെ ആരെങ്കിലും തടയുന്നു എന്ന് വരുമ്പോൾ അവളെ ഉടനെ ഒരു പുരുഷന്റെ കീഴിലേക്ക് കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശത്തിൽ ഏതെങ്കിലും നാട്ടിൽ കൂടെ പോകുന്ന ഒരു ജിഹാദീനെ പിടിച്ച് അങ്ങ് കെട്ടിക്കും. ഇതാണ് അഖിലയുടെ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇതാണ് അവിടെ സംഭവിച്ചത്. അല്ലാതെ ഈ പറയുന്ന ഷെഫീൻ ജഹാനുമായിട്ട് എന്ത് പ്രണയമാണ് അഖിലയ്ക്ക് ഉണ്ടായിട്ടുള്ളത്? കല്യാണം കഴിക്കുന്നതിന്റെ നേരം വെളുക്കുമ്പോഴാണ് ആൾ കാണുന്നത് പോലും. അതുമില്ല, അത് അവിടെ ഇട്ടിട്ട് പോയി. അതെ. അപ്പൊ ഇങ്ങനെയുള്ള സംഗതികൾ ഇവിടെ ഉണ്ടായിരിക്കുക. ഈ യാഥാർത്ഥ്യങ്ങളെ കുഴിച്ചു മൂടിക്കൊണ്ട് ജിഹാദ് എന്ന് പറയുന്ന വാക്കിനെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ഇരിക്കുന്ന അർത്ഥത്തെ നിങ്ങൾ കൂട്ടുപിടിച്ചിട്ട് അതല്ല ഇത് എന്ന് പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന പരിപാടി ഇനി നടക്കില്ല. ഒന്നാമത്തെ കാരണം അതിനെയൊക്കെ എക്സ്പോസ് ചെയ്യാൻ പറ്റുന്ന ഈ അറബി വാക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന എക്സ് മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ട്, ഞാനൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാര്യം. അതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അഹങ്കാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കൂട്ടിക്കോ. ഈ ഇടതുപക്ഷം കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഈ തെറ്റിദ്ധരിപ്പിക്കൽ ശ്രമം അത് നമുക്കിവിടെ അനുവദിക്കാൻ കഴിയില്ല. ഈ ജിഹാദ് എന്ന് പറയുന്ന സംഗതിയും ഈ കൺവേർഷൻ ജിഹാദ് എന്ന് പറയുന്ന സംഗതി രണ്ടാണ്.
ജിഹാദിലേക്ക് പോകുന്ന വേളയിൽ, സ്ത്രീകൾ പോകുന്ന വേളയിൽ അവർക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോൾ അവിടെ പലപ്പോഴും ഇതുപോലെ ഒരു കല്യാണം നടക്കുന്നുണ്ട്. അത് ഈ പറയുന്ന കൺവേർഷൻ ജിഹാദുമായിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല എന്നതാണ് ഞാൻ പറഞ്ഞു വെക്കാറുള്ളത്. കൺവേർഷൻ ജിഹാദ് അത് കമലാ സുരയ്യയ്ക്ക് സംഭവിച്ച പോലെയുള്ള വിഷയങ്ങൾ അത് വേറെ തന്നെയാണ്. അത് അങ്ങനെ തന്നെ നമുക്ക് കാണാനും അത് അഡ്രസ്സ് ചെയ്യാനും സാധിക്കണം. നിങ്ങൾക്ക് ഈ ഇതിൽ സംഭവിക്കുന്ന പ്രശ്നം എന്താണ്? ഒരു ഹിന്ദുവിനും ഒരു മുസ്ലിമുമായിട്ടുള്ള വ്യക്തികൾക്ക് ഇന്ന് സമാധാനത്തോടുകൂടി പ്രണയിക്കാനോ അവർക്ക് കല്യാണം കഴിക്കാനോ പറ്റാത്തൊരവസ്ഥയായി എന്നുള്ളതാണ് ഇന്ന് നാട്ടിലെ കുഴപ്പം എന്ന് പറയുന്നത്. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നോ? ഇവിടെ ഷാറൂഖ് ഖാനും മറ്റ് പല ആളുകൾ അങ്ങനെ കല്യാണം കഴിച്ചിട്ടില്ലേ? പക്ഷെ ഇന്നൊരാൾക്ക്, ഒരു സാധാരണക്കാരൻ അങ്ങനെ ഒരു കല്യാണം കഴിക്കണമെന്ന് വെച്ചാൽ അവൻ ലവ് ജിഹാദ് അല്ല ഉദ്ദേശിച്ചത് എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത വന്നത് എങ്ങനെയാണ്? അത് ആരാ വഴി വെച്ചത്? അതിന് സംഘീകരണം ഉണ്ടെങ്കിൽ കയറിയിട്ട് എന്താ കാര്യം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിന് വഴി വെച്ചത് ഇവിടുത്തെ ഈ പറയുന്ന കൂട്ടം ജിഹാദികൾ തന്നെയാണ്. അതിനെ ജിഹാദ് എന്ന് നമ്മൾ വിളിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അത് ഇവിടെ തിരുത്തണം. അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ മുന്നോട്ട് വരുമ്പോൾ അയാളെ ക്രൂശിച്ചുകൊണ്ട്, അയാളെ കല്ലെറിഞ്ഞുകൊണ്ട് ഈ വിഷയമില്ലാതെയാവുന്നില്ല. നിങ്ങൾക്ക് പ്രതികരിക്കുകയോ പ്രതികരിക്കാതിരിക്കുകയോ ആവാം. അതെ, പ്രതികരിക്കുകയോ പ്രതികരിക്കാതിരിക്കുകയോ ആകാം. പക്ഷെ വിഷയമില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിനോട് നമുക്ക് ഇനി യോജിക്കാൻ കഴിയില്ല. ഇനി നിങ്ങൾ എത്ര കാലം വിയോജിച്ച് നിന്നാലും ശരി, നിങ്ങൾ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു നിന്നാലും ശരി, നിങ്ങളുടെ പെൺമക്കളെയും തട്ടിക്കൊണ്ട് ഇതാരെങ്കിലും ഈ വഴിക്ക് കൊണ്ടുപോകുന്ന ഒരു ഘട്ടത്തിലെങ്കിലും നിങ്ങൾ തിരിച്ചറിയും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ.